ഹലോ, വെൽക്കം ടു ട്രാവൽ മാനിയാക്. നമ്മളിപ്പോൾ ദേറ മാരിയോട്ട് മർക്കിയിലേക്ക് പോവുകയാണ്. അവിടെ നമ്മുടെ കേന്ദ്രമന്ത്രിയും സിനിമാ നടനുമായിട്ടുള്ള സുരേഷ് ഗോപി വന്ന് സ്റ്റേ ചെയ്യുന്നുണ്ട്. ആള് JSK ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരളയുടെ മൂവി ലോഞ്ചിന് വേണ്ടിയിട്ട് വന്നതാണ്. അപ്പം നമ്മൾ അതിന് മുൻപ് പ്രീമിയർ ഷോയ്ക്ക് പോകുന്നതിന് മുൻപ് നമ്മൾ തേക്കിൻകാട് എന്ന് പറഞ്ഞ ഗ്രൂപ്പ് ഫുള്ള് വന്നിട്ട് ആളെ ഒന്ന് കണ്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ നമ്മൾ വന്ന് ലോബിയിലിരിക്കുകയാണ്. കുറച്ച് 1.25 മണിക്കൂർ കഴിഞ്ഞിട്ടേ വരുള്ളൂ എന്നറിയാം. നമ്മൾ നേരത്തെ വന്ന് എല്ലാവരും കൂടി വന്ന് ലോബിയിൽ വെയിറ്റ് ചെയ്തു. കുറച്ച് കഴിഞ്ഞ് നമ്മളവിടെയൊക്കെ അറേഞ്ച് ചെയ്തു എങ്ങനെ ഇരിക്കണം സംസാരിക്കാനായിട്ട് എന്നൊക്കെ. നമ്മൾ കുറച്ച് ഇപ്പോൾ ഷിഫ്റ്റ് ചെയ്തു വേറെ സ്ഥലത്തേക്ക്, ലോബിയുടെ വേറൊരു സൈഡിലേക്ക്. എന്നിട്ട് അവിടെ പോയിട്ട് നമ്മൾ അറേഞ്ചൊക്കെ ചെയ്തു എങ്ങനെ ഇരിക്കണം, എങ്ങനെ സംസാരിക്കണം എന്നൊക്കെ. അങ്ങനെ ഇതാ എല്ലാവരും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മുടെ സൈഡിൽ ലിഫ്റ്റുണ്ട്. ഈ ലിഫ്റ്റ് വഴിയായിട്ടാണ് സുരേഷ് ഗോപി സാർ ഇറങ്ങി വരിക. അങ്ങനെ ഞങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതാ ഇറങ്ങി വരുന്നു. ലിഫ്റ്റിൻ്റെ അവിടെ നിന്ന് നമ്മളുടെ അടുത്തേക്ക് വന്നു. ഇത്രയധികം ആൾക്കാരുണ്ടാവുന്ന ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല. മുഖഭാവം കണ്ടാൽ അറിയാം. പിന്നെ ഞങ്ങൾ കുറേ ഫോട്ടോ ഒക്കെ എടുത്തു, ഇവിടെ നിന്ന് വർത്താനം പറഞ്ഞു, കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ അടുത്ത പ്രീമിയർ ഷോയ്ക്ക് പോകേണ്ടതുകൊണ്ട് കുറച്ച് കഴിയുമ്പോൾ പോയി. Mia. ഫോട്ടോ എടുക്കുന്നുണ്ട്. പടം കണ്ടു ഗംഭീരമുണ്ട്. നമ്മുടെ തൃശ്ശൂരിൻ്റെ അവിടെ നിന്ന് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയിട്ട് അവിടെ നിന്ന് പിന്നെ സിലിക്കോൺ സെൻട്രൽ മോളിലേക്ക് പോയി. സിലിക്കോൺ ഓയിസിലാണ് അവിടെ മൂവി ലോഞ്ചിന് വേണ്ടി വരുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ പ്രീമിയർ ഷോകൾക്കാണ് പോയത്. അവിടേക്ക് ഞങ്ങൾ പോയില്ല. അപ്പോൾ ഇതാ സിലിക്കോൺ സെൻട്രൽ മോളിൽ അദ്ദേഹം എത്തിക്കഴിഞ്ഞു. ഡ്രസ്സൊക്കെ മാറിയിട്ടുണ്ട്. അടിപൊളിയായിട്ടാണ് വന്നിരിക്കുന്നത്. ഇനി അവിടെ മൂവി ലോഞ്ചാണ്. മിഥുൻ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അത് കാണാം. അല്ല, അത് ഞാനൊന്ന് വിട്ടുപിടിക്കുക. അത് മനസ്സിലായി. എന്റെ ജീവിതത്തിൽ ആദ്യം ഇത്രയും നല്ലൊരു ഇൻട്രൊഡക്ഷൻ എനിക്ക് ഒരാൾ തരുന്നത്. അപ്പോ ആദ്യം യുവർ ഓഡിയൻസ് ദുബായ്, ഷോ യുവർ ലവ് ഫോർ മാധവ് സുരേഷ് എവരിവൺ. ഞാൻ ആക്ച്വലി ആദ്യമായിട്ടാണ് എൻ്റെ ഒരു സിനിമയുടെ പ്രൊമോഷനായിട്ട് എൻ്റെ രാജ്യം വിട്ട്, ഇന്ത്യ വിട്ട് പുറത്തൊരു രാജ്യത്തോട്ട് വരുന്നത്. പക്ഷേ this still feels like Kerala to me. നമ്മുടെ ഇത്രയും മലയാളി ക്രൗഡ് ഉള്ള ഒരു സ്ഥലം ദുബായ് പോലെ, UAE പോലെ വേറെ ഇല്ല. സോ താങ്ക് യു ഓൾ നമ്മുടെ ഈ സിനിമ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഈ ഒരു ഇവന്റ് വലുതാക്കാൻ ഒരുപാട് നന്ദി. തീർച്ചയായും അവരെല്ലാവരും കുറേ നേരമായി നമുക്ക് വേണ്ടിയിട്ട് ഇവിടെ കാത്തിരുന്ന് ഇവിടെ നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പൊ അവരെല്ലാവർക്കും വേണ്ടിയിട്ട് നമുക്ക് അടുത്തൊരു ചെറിയൊരു വീഡിയോയും കൂടി JSK. ഞാൻ മൈക്ക് കൊടുക്കണം, പക്ഷെ അതിനു മുമ്പ് ഈ മൈക്ക് ഒന്നുമില്ലാതെ ആ ബഹളം എനിക്ക് കേൾക്കണം. സുരേഷ് എന്നെ സ്നേഹിക്കുന്ന ആൾക്കാർ മാത്രം ഇച്ചിരി പാടുന്നത് എനിക്ക് മുകളിൽ നിന്ന് കേട്ടില്ല. അവിടെ ഇതൊരു തുടക്കമാണ്.
കുറെ കാര്യങ്ങൾ ചോദിക്കാനും പറയാനും ഒക്കെ ഉണ്ട്. ഒരുപാട് സന്തോഷം. ഇങ്ങോട്ട് തിരിച്ച് എപ്പോഴും ദുബായിലേക്ക് തിരിച്ചു വരുമ്പോൾ ഹോം കമ്മിങ്. It's a homecoming feel and it's a bittersweet because I miss Dubai so much and I miss my family, my friends who are here. So it's always തിരിച്ചു വരുമ്പോൾ and especially when I'm part of a movie and a movie so powerful like this. അപ്പോൾ എല്ലാവരും I know ഇപ്പോൾ വെക്കേഷൻ സ്റ്റാർട്ട് ആവുന്നേ ഉള്ളൂ, സിനിമ കാണാൻ പോകുന്നേ ഉള്ളൂ. Please do watch. It's a very powerful film and especially ഒരു പവർഫുൾ മെസ്സേജാണ് ഈ സിനിമയിൽ ഉള്ളത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും വീക്കെൻഡൊക്കെ അടിച്ചു പൊളിക്കുക. അറിയാം എല്ലാവരും നിങ്ങൾ എത്രയും തിരക്കിട്ടിട്ട് ഇന്ന് വീക്കെൻഡാണ്. യു ആർ ഓൾ ഹിയർ വെയിറ്റിംഗ് ഫോർ us. Thank you so much to all of you to come here and spend the evening with us. നിങ്ങളുടെ ഒരു സാറ്റർഡേ ഈവനിങ് എനിക്കറിയാം നല്ല തിരക്കായിരിക്കും, you want to be at home, but അതെല്ലാം വിട്ടിട്ട് you're with us. Thank you so much for being here. ദുബായ് ഷോ എല്ലാം ദിവ്യാപിള്ളേ. ഇവിടെ ആരൊക്കെയോ ശ്രമിച്ചല്ലോ ആ ഡയലോഗുകളൊക്കെ പറയാൻ. ഇതിന് വല്ലതും നടന്നോ? ആ ഡയലോഗൊക്കെ പറയാനായിട്ട് തൽക്കാലത്തേക്ക് മലയാളത്തിലേക്ക് നമ്മൾ ഒരാളെ നിയോഗിച്ചിട്ടുണ്ട്. അത് വേറെ ആരുമല്ല. അങ്ങനെയുള്ളത് ഫയർ ബ്രാൻഡായിട്ട്, പവർ ഹൗസ് ആയിട്ട്, പെർഫോമൻസ് ആയിട്ട് അങ്ങോട്ട് ഡെലിവർ ചെയ്യണമെങ്കിൽ ഒരൊറ്റ പേര്, സുരേഷ് ഗോപി സർ. നമസ്കാരം. വെരി ഗുഡ് ഈവനിങ് ടു ഓൾ. 2019 ആദ്യത്തെ പരിശ്രമം, പരീക്ഷണം, അത് അടിച്ചേൽപ്പിച്ച തോൽവിക്ക് ശേഷം റിലീസായ വരന് ആവശ്യമുണ്ട്. അതിനങ്ങനെ ഒരു പ്രൊമോഷൻ ഉണ്ടായില്ല, അതുകൊണ്ട് വരുവാനും സാധിച്ചു. അതിനുശേഷം 2020 അവസാനം കാവൽ എന്ന സിനിമയുമായി വന്നെങ്കിൽ അതിനുശേഷം ഗരുഡനായാലും പാപ്പനായാലും വന്ന് വിജയമെല്ലാം നിങ്ങളോട് ആഘോഷിച്ച്, നിങ്ങളോടൊപ്പം ആർപ്പ് വിളിച്ച് ആഘോഷിച്ച മുഹൂർത്തങ്ങൾ ഞാൻ വളരെ മധുരതരമായി തന്നെ ഓർക്കുകയാണ്. ഒരുപക്ഷെ ഇന്ന് ഇവിടെ വന്ന് നിൽക്കുമ്പോൾ 2019 ശേഷം 2021 ഏറ്റുവാങ്ങിയ തോൽവി, അതിനുശേഷം 2024 കേരളത്തിലെ മലയാളികളുടെ പ്രാർത്ഥനയുടെ പിൻബലത്തിൽ, ശക്തമായ പിൻബലത്തിൽ, ലോകം മുഴുവൻ പ്രാർത്ഥിച്ച അതിൻ്റെ അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങി 2024 തൃശ്ശൂർക്കാർ എന്നെ അനുഗ്രഹിച്ച് ജാനകി വി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറയുന്ന അതിശക്തമായ ചർച്ചയ്ക്ക് ആധാരമായ ഒരു വിഷയം ഉൾക്കൊള്ളുന്ന സിനിമയുമായി നിങ്ങൾ തിരഞ്ഞെടുത്ത ഒരു പ്രതിനിധി എന്ന നിലയ്ക്ക് ഈ ചിത്രത്തിൽ കാതലായ, ഇത് ഒരിക്കലും ഒരു സുരേഷ് ഗോപിയുടെ സിനിമയല്ല, ഇത് ഒരു കാരണവശാലും ഡേവിഡ് ആബേൽ ഡോണവാൻ്റെ ഒരു സിനിമയല്ല എന്ന് തീർത്തും നിങ്ങളിപ്പോൾ അതൊരു സ്പോയിലറാണെന്ന് വിചാരിക്കരുത്. ഒരുപക്ഷെ നാളെ വരുവാൻ പോകുന്ന ഒരു അവധി ദിവസങ്ങളിൽ നിന്ന് നിയമങ്ങളുടെ നടത്തിപ്പിൽ വരെ ഉണ്ടായിട്ടുള്ള കാർക്കശ്യം എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു കിരാതത്തെ പിടിച്ചു കിട്ടുന്നതിന് എനിക്ക് തോന്നുന്നില്ല നമുക്കതിനുള്ള പ്രാപ്തിയും കൈവന്നിട്ടുണ്ട്. പക്ഷേ ക്രിമിനൽ ബിഹേവിയർ പാറ്റേൺ ഓരോ ദിവസം കഴിയും തോന്നും. എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ NDPS, narcotic and psychotropic substances, have intruded too much into society, has derailed the mental composition of little children, and for the very same reason has spoiled the timber of social living structures and life managing systems. നിയമത്തിന് നമുക്കൊരു പക്ഷേ ഇതിന് എങ്ങനെ തടസ്സമിടാൻ സാധിക്കും, എങ്ങനെ ഇത് നേർവഴിക്ക് കൊണ്ടുവരാൻ സാധിക്കും എന്ന് പറയുന്നത് അടിയുറച്ചു പോയ നിയമങ്ങൾ, എഴുത്തുകളിൽ മാത്രമല്ല. ഒരുപക്ഷെ അതിൻ്റെ വ്യത്യാസങ്ങൾ, വ്യതിയാനങ്ങൾ, വളർച്ചകളൊക്കെ വളരെ സൂക്ഷ്മമായി പരിശോധിച്ച് കാലത്തിന്
അനുസൃതമായ രീതിയിൽ ഏതൊക്കെ വഴിക്ക് നിയമത്തിന്റെ പുതിയ സഞ്ചാരം വരണമെന്നതിന് ഒരു വലിയ നിർദ്ദേശം നൽകുന്ന സിനിമയാണ് JS. മോഹൻ തോമസിന്റെ ഉച്ഛിഷ്ടവും അമേന്യവും കൂട്ടിക്കൊഴിച്ച് 4 നേരം വെട്ടിവിഴുങ്ങി ഏമ്പക്കവും വിട്ട് ആസനത്തിൽ വാലും ചുരുട്ടി വെച്ച് അവന്റെ കാൽ ചുവട്ടിൽ കിടക്കുന്ന നിന്നെ പോലുള്ള പരമ ചെറ്റകൾക്ക് ആ പേര് ചേരും. എനിക്ക് ചേരില്ല. ഓർത്തോ, I am Bharat Chandran. Just remember that. That's our സുരേഷ് ഗോപി. സുരേഷേട്ടാ, പിന്നെ ഒരു റിക്വസ്റ്റ് അവർ നെഞ്ചുക്കുൾ പെയ്തിടും മാമഴை നീരുക്കുൾ മൂழ்கிடும் താമரை சற்றென்று மாறுது வானிலை பெண்ணை உன்மேல் பிழை நில்லாமல் வீசிடும் தேரலை நீருக்குள் மூழ்கிடும் தாமரை பொன்னண்ணம் சூடிய காரிகை പെണ്ണിനി കാഞ്ചനൈ. അങ്ങനെ അതൊരു അടിപൊളി ഇവൻ്റ് ആയിരുന്നു. കുറേ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. ഭയങ്കര തിരക്കായിരുന്നു. കുറേ നേരം അവിടെ കണ്ടു നിന്നിട്ട് പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് പോന്നു. കാരണം ഞങ്ങൾ രാത്രി JSK കാണാനായിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നു. മാധവിൻ്റെ കൂടെയൊക്കെ ഫോട്ടോ എടുത്തിരുന്നു. പിന്നെ അത് ഹോട്ടലിൽ വെച്ചിട്ടാണ്. അങ്ങനെ രാത്രി സിനിമയും കണ്ടിട്ടാണ് തിരിച്ച് വീട്ടിലേക്ക് പോകുന്നത്. ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. ബൈ ബൈ.